ഇസ്രയേൽ എന്ന കൊച്ചു രാജ്യത്തെ തകർക്കുവാൻ തക്കവണ്ണം പലവട്ടം ശ്രമിച്ച ഇസ്ലാം രാജ്യങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ട് പിന്മാറുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 1967 6 ദിവസത്തെ യുദ്ധമായാലും അതിനുശേഷം ഇങ്ങോട്ടുള്ള യുദ്ധങ്ങൾ നാം കണ്ടാലും പരിശോധിച്ചാലും ആ യുദ്ധത്തിലൊക്കെ ഇസ്രയേലിൻ്റെ ഒരു മേൽക്കോയ്മ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്രയേലിന് ഇപ്രകാരം ഒരു യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നത്? തങ്ങളെക്കാൾ ശക്തന്മാരായ വൻപന്മാരായ രാജ്യങ്ങൾ, അയൽ രാജ്യങ്ങൾ ചേർന്ന് ഒരുമിച്ചാണ് യുദ്ധം ചെയ്യുന്നത്. ഇസ്ലാം രാജ്യങ്ങൾ പലപ്പോഴായി കൂട്ടുകെട്ടുണ്ടാക്കി ഇസ്രയേൽ രാജ്യം അല്ലാതിരിക്കത്തക്ക നിലവാരത്തിൽ അവർ തകർത്ത് തരിപ്പണമാക്കി ഭൂമുഖത്തിൽ നിന്നും ഇസ്രയേൽ എന്ന രാജ്യത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുക എന്ന അജണ്ടയോടുകൂടിയാണ് അവർ മുൻപോട്ട് വന്നത്. പക്ഷേ ഒരിക്കൽ പോലും അതിന് സാധ്യമല്ലാതാകുന്നു എന്ന് മാത്രവുമല്ല, ഇസ്രയേൽ പലപ്പോഴും മുന്നേറുന്നതും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും മുന്നേറ്റം ലഭിക്കുവാൻ, മേൽക്കൈ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്? കേവലം കൊച്ചു കേരളത്തിൻ്റെ അത്രത്തോളം മാത്രം ഉള്ള ഒരു രാജ്യം തങ്ങളെക്കാൾ ശക്തന്മാരായ മുസ്ലിം രാജ്യങ്ങൾ ചേർന്ന് നിന്ന് എതിർത്തിട്ട് പോലും, വളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് പോലും ഇസ്രയേലിന് കുരുക്കമില്ലാതിരിക്കുവാൻ തക്കവണ്ണം കാരണമെന്ത് എന്ന് പരിശോധിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ ഒരു യുദ്ധത്തെക്കുറിച്ചാണ്. അത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്നത് ഏലിയുടെ കാലത്ത് ഫെലിസ്തീനുമായുള്ള യുദ്ധത്തിൽ പിടിപെട്ട യഹോവയുടെ പെട്ടകം ഫെലിസ്തീയ ദേശത്ത് നിന്ന് തിരികെ കിര്യത്ത് യെയാരീമിൽ എത്തിയപ്പോൾ ജനം അത് അബീനാദാബിന്റെ ഭവനത്തിൽ സൂക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം അവർ തിരികെ കൊണ്ടുവരികയാണ്. തിരികെ കൊണ്ടുവരുന്ന സമയത്ത് അബീനാദാബിന്റെ ഭവനത്തിലാണ് അത് സൂക്ഷിക്കുവാൻ തീരുമാനിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ പെട്ടകം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ 20 വർഷക്കാലം ഇരിക്കുവാനായിട്ട് ഇടയായി. പെട്ടകത്തെ സൂക്ഷിക്കുവാൻ എലയാസറിനെയാണ് ശുദ്ധീകരിച്ച് അവര് ആക്കിയത്. പക്ഷേ ആ സമയത്ത് ജനം നിലവിളിക്ക് പെട്ടകം പിടിപെട്ടുപോയതിനെ ഓർത്ത് ദുഃഖിച്ചും അതുപോലെ പ്രയാസത്തിലായിരിക്കുന്ന ജനങ്ങൾ ചേർന്ന് തങ്ങളുടെ കഷ്ടതയെ ഓർത്ത് വിലപിക്കുകയാണ്. വിലപിക്കുന്ന സമയത്ത് ആണ് ശമൂവേൽ പ്രവാചകൻ അവിടേക്ക് ഒരു ആഹ്വാനവുമായിട്ട് വരുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യദൈവങ്ങളെയും അസ്തരോസ് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവൻ, എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്ന 4 കാര്യങ്ങളുണ്ട്. ശമൂവേൽ പറയുന്ന 4 കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അതുവരെ സേവിച്ചു വന്നവയെ വിട്ട് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിക്കുക. അവര് പലപ്പോഴും വിഗ്രഹങ്ങളെ സേവിച്ച് പോയത് കൊണ്ടാണ് യഹോവ തങ്ങളെ ശിക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായത് എന്ന പൂർണ്ണ ബോധ്യം ആർക്കുണ്ടായിരുന്നു? ഇസ്രായേൽ ജനതയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ശമൂവേൽ പറയുകയാണ്, നിങ്ങൾ പിന്തിരിഞ്ഞ് യഹോവയിലേക്ക് വരിക. രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞത് യഹോവയിൽ നിന്നും മാറ്റുവാനിടയായ വിഷയങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കുക. കർത്താവ് പറഞ്ഞ കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളതാണ് ശമൂവേലിന്റെ ആഹ്വാനത്തിൽ ഉണ്ടായിരുന്നത്. മൂന്നാമത് യഹോവയിലേക്ക് ഹൃദയം തിരിക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. 4-ാമതായിട്ട് യഹോവയെ മാത്രം സേവിക്കുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അവര് പൂർണ്ണമായും ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ഇടയാകുന്നു. പൂർണ്ണമായി ദൈവത്തോട് നിലവിളിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സേവിക്കുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ തീരുമാനിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ മേൽ വരുവാൻ തക്കവണ്ണം ഇടയായി. അതിൻ്റെ അവസാനം എന്തായിരുന്നു? ആ യുദ്ധം തങ്ങൾ ജയിക്കുവാൻ തക്കവണ്ണം ഇടയായി.
ദൈവജനം എപ്പോഴൊക്കെ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നുവോ അപ്പോഴൊക്കെയും ദൈവം ക്ഷമിച്ച് പാപങ്ങളെ ക്ഷമിച്ച് അവരോട് മനസ്സലിയുന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ വിജയത്തിന് പിന്നിലെ കാരണം അവരുടെ ഐക്യതയാണ്. ആ ജനം ഒന്നടങ്കം, സ്ത്രീകളും പുരുഷന്മാരും ഒന്നടങ്കം സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം, യുദ്ധരംഗത്തേക്ക് പോകുവാൻ തക്കവണ്ണം അവർ പൂർണ്ണ മനസ്സോടെ അത് യുദ്ധം ചെയ്യുന്നവരാണ്. കാരണം തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി, തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അവർ നിലനിൽക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. അതവരുടെ വിജയത്തിന് ഏറ്റവും വലിയ ഘടകമായി മാറുകയും ചെയ്തു